മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വാൽമീകി മഹർഷി ആദികാവ്യമായ രാമായണം എഴുതിയപ്പോൾ വാൽമീകിയുടെ അഭിപ്രായം അവിടെ ഒരു സ്ഥലത്തും എഴുതിയിട്ടില്ല. വാൽമീകി എഴുതിയത് എന്താ? അവിടെ എന്തെല്ലാമോ സംഭവിച്ചത്, എന്തെല്ലാമാണോ സംഭവിച്ചത്, അത് അതേപോലെ പുസ്തകത്തിൽ എഴുതി, അത്രയേ ഉള്ളൂ. വേദവ്യാസനും അത് തന്നെയാണ് ചെയ്തത്. ആരെങ്കിലും പറഞ്ഞതും ചെയ്തതും ശരിയെന്നോ തെറ്റെന്നോ അങ്ങനെ ആയിരുന്നു ചെയ്യേണ്ടതെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. വാൽമീകി രാമായണത്തില് അവിടെ എന്ത് സംഭവിച്ചോ അത് എഴുതിയിരിക്കുന്നു. വ്യാസഭാരതത്തില് അവിടെ എന്ത് സംഭവിച്ചോ അത് എഴുതിയിരിക്കുന്നു. വിലയിരുത്താനുള്ള അവകാശം വായനക്കാർക്ക് മാത്രമേ ഉള്ളൂ. രാമായണത്തിലെ സംഭവങ്ങൾ വിലയിരുത്താൻ വസിഷ്ഠന് അവകാശമില്ല, വാൽമീകിക്കില്ല, അതിലെ കഥാപാത്രങ്ങൾക്ക് ആർക്കും ഇല്ല. അവകാശമുള്ളത് ആർക്കാണ്? വാൽമീകി രാമായണം വായിക്കുന്ന എനിക്കും നിങ്ങൾക്കും മാത്രം. വിലയിരുത്തിയിട്ട് എന്ത് ചെയ്യണം? അതില് 21-ാം നൂറ്റാണ്ടിലേക്ക് അനുയോജ്യമായത് എടുക്കണം, അല്ലാത്തത് തിരസ്കരിക്കണം. അപ്പൊ പിന്നെ എന്തിനാ അങ്ങനെ കൊടുത്തിരിക്കുന്നത്? അങ്ങനെയെല്ലാം സംഭവിക്കാനുള്ള കാര്യങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് അറിയിക്കൽ മാത്രമേ ഇതിഹാസത്തിന്റെ ജോലിയുള്ളൂ. അവിടെ ഇന്ന കാര്യങ്ങൾ സംഭവിച്ചു, അത് സംഭവിക്കാനുണ്ടായ കാരണം എന്താണെന്ന് വിശകലനം ചെയ്യേണ്ടത് നിങ്ങൾ. കാരണവും കാര്യവും പരിണത ഫലവും പന്താവും എല്ലാം വിലയിരുത്തേണ്ടത് വായനക്കാരാണ്. അതിൻ്റെ കഥാപാത്രങ്ങൾക്ക് അവകാശമില്ല. അതുകൊണ്ട് വാൽമീകി എഴുതി, ശ്രീരാമൻ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു മഹർഷി അവിടെ വന്നു. ജാബാലി മുനി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ജാബാലി മഹർഷി എന്ന് പറഞ്ഞു. നല്ല ചാർവാകന, യുക്തിവാദിയ. കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും കൊടികുത്തി വാണ യുക്തിവാദിയുടെ തലതൊട്ടപ്പനാവാൻ യോഗ്യതയുള്ള ആളാണ് ജാബാലി മഹർഷി. ജാബാലി മഹർഷി നേരെ ശ്രീരാമന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കണം. 14 വർഷം കാട്ടിൽ പോയിരുന്നിട്ട് ആരെ ബോധിപ്പിക്കാനാ? അച്ഛന് തലയ്ക്ക് സുഖമില്ല എന്നും പറഞ്ഞ് അച്ഛൻ പറഞ്ഞേക്ക നിങ്ങൾ കേൾക്കേണ്ട കാര്യം, അച്ഛനെ പിടിച്ച് ജയിലിലിട്ടിട്ട് നിങ്ങൾ സിംഹാസനത്തിലിരിക്കണം. അമ്മ നിങ്ങളോട് കാട്ടിലേക്ക് പോകാൻ പറഞ്ഞെങ്കിൽ അമ്മയെ പിടിച്ച് ജയിലിലിട്ടിട്ട് നിങ്ങൾ സിംഹാസനത്തിലിരിക്കണം. ഒരു ദിവസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തന്നെയാണ്. മാത്രമല്ല, തിരിച്ചു വരുമ്പോൾ ഭരതൻ രാജ്യം തിരിച്ചു തന്നൊന്നും വരില്ല. ധർമ്മശാസ്ത്രമൊന്നും ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. അവകാശവും അധികാരവും നിങ്ങൾക്കുണ്ട്, നിങ്ങളാണ് രാജ്യം. അത് കാരണം വാർദ്ധക്യത്തിൽ അച്ഛൻ എന്തൊക്കെയോ പുലമ്പി എന്ന് പറഞ്ഞിട്ട് അതൊന്നും അനുശാസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറും സർവന്റിന്റെ ഉപദേശം കേട്ട് അമ്മ തുള്ളിച്ചാടി എന്നും പറഞ്ഞിട്ട് നിങ്ങൾ അനുശാസിക്കേണ്ട കാര്യമില്ല. അച്ഛൻ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പൂരിപ്പിക്കേണ്ടത് അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലാണ്, മകനുമായി ബന്ധപ്പെട്ട കാര്യത്തിലല്ല. അച്ഛൻ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അച്ഛനുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിരിക്കണം ആ വാക്ക് കൊടുക്കലും പ്രതിജ്ഞയും നിറവേറ്റേണ്ടത്. മറ്റൊരുവനായ ശ്രീരാമന്റെ കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തീരുമാനമെടുക്കാനുള്ള അവകാശം ദശരഥന് ഇല്ല. അത്രയ്ക്കും യുക്തി സഹജമായിട്ടാണ് ജാബാലി മുനി ചാർവാകന്റെ സ്കൂളിൽപ്പെട്ട ആളാണ്, ചാർവാകന്റെ പരമ്പരയിൽപ്പെട്ട ആളാണ്. അദ്ദേഹം ശ്രീരാമനോട് വാദിക്കുന്നത് മുഴുവനും ശ്രീരാമൻ കേട്ടുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീരാമൻ ജാബാലി മഹർഷിയോട് പറഞ്ഞു, ഞാൻ കാട്ടിലേക്ക് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ എനിക്കാണ്. എൻ്റെ കൂട്ടത്തിൽ സീത വരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു, അത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശവും എനിക്കാണ്. ഒരു പുത്രന്റെ ദൗത്യം നടത്തൽ മാത്രമല്ല ശ്രീരാമന്റെ ഉദ്ദേശം. ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് ഈ കസേരയിൽ ഇരുന്ന് രാജ്യം ഭരിക്കാനല്ല. ഏറെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരാരംഭത്തിന് ഈ കൈകേയിയും മന്ദരയുമെല്ലാം കാരണഭൂതയായി എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അവര് നിശ്ചയിച്ചതൊന്നും അല്ല ഇത് ഡെസ്റ്റിനിയാണ്, പ്രകൃതിയുടെ നിയോഗമാണ്. ഞാൻ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടും ജാബാലുവിന് പിന്നെയും പലതും പറയാൻ തുടങ്ങി. ആ സമയത്ത് രാമൻ വാളെടുത്ത് പറഞ്ഞു, ഇനി ഒരക്ഷരം സംസാരിച്ചാൽ, ബാലകൃഷ്ണന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഒന്നുകിൽ തലയുടെ ചുവട്ടിലെ ശരീരം കാണില്ല, അല്ലെങ്കിൽ ശരീരത്തിന്റെ മുകളിൽ തല കാണില്ല. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കും. പിന്നെ ജാബാലി മഹർഷി പറഞ്ഞു, അങ്ങയുടെ ആ ഉറച്ച മനസ്സ് പരിശോധിക്കാനും പരീക്ഷിക്കാനും വേണ്ടി മാത്രം ഞാൻ ഇത്രയും പറഞ്ഞത്.
അങ്ങെടുത്ത തീരുമാനമാണ് കറക്റ്റ്. അങ്ങയെപ്പോലെയുള്ള ഒരു വ്യക്തിക്ക് രാജസിംഹാസനവും രാജ്യഭാരവും രാജ്യാധികാരവും ഒന്നും ശ്രേയസ്കരമല്ല. ശരിക്കും ജാബാലി മഹർഷിയെ കൊല്ലാനായിട്ട് വാളെടുത്തതാ യഥാർത്ഥത്തില് രാമൻ. ഇവിടെ ഈ ജാബാലി മഹർഷിയുടെ പ്രത്യേകത എന്താണ്? കുറച്ചു നേരെ അദ്ദേഹം സംസാരിച്ചുള്ളൂ, കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. എങ്കിലും അതിശക്തമായ ഭാഷാപ്രയോഗം നടത്തിയ രാമായണത്തിലെ ഒരേ ഒരു ചാർവാകൻ ഇദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കിനുമോട് പ്രസക്തി ഉണ്ടെന്ന് വാൽമീകി ബോധ്യപ്പെടുത്താനാണ് അതവിടെ വളരെ വ്യക്തമായ ഭാഷയിൽ വിവരിച്ചത്. അപ്പം നമ്മളെടുക്കുന്ന തീരുമാനത്തെ അനുകൂലിക്കുന്നവരുണ്ടാവും, എതിർക്കുന്നവരുണ്ടാവും, മാറി നിന്ന് കേൾക്കുന്നവരുണ്ടാവാം, അനുമോദിക്കുന്നവരുണ്ടാവാം, അനുഗ്രഹിക്കുന്നവരുണ്ടാവാം. അതെല്ലാം വേറെ പ്രശ്നം. നമ്മളുടെ തീരുമാനത്തിൽ നമ്മൾ എത്രത്തോളം ഉറച്ചു നിൽക്കുന്നു, മുമ്പോട്ട് പോകുന്നു. ഇതായിരിക്കട്ടെ നമ്മളുടെ മാനേജ്മെന്റ് തത്വങ്ങളുടെ ആകത്തുകയും സത്യവും വസ്തുതകളും. അങ്ങനെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമ്പോഴാണ് ശരിക്കും മാനേജ്മെന്റ്, ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ്, ഇഫക്റ്റീവ് മാനേജ്മെന്റ് എന്ന വാക്കുകളിലെല്ലാം വിവരിക്കാൻ സാധിക്കാം. ഇതെല്ലാം രാമായണത്തിൽ തന്നെ വിവരിച്ചതാണ്. ഗോപാലകൃഷ്ണൻ അത് വിശകലനം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഗോപാലകൃഷ്ണൻ അല്ല രാമായണം എഴുതിയത്, ഗോപാലകൃഷ്ണൻ കമന്ററി നൽകുകയല്ല, അവിടെ സംഭവിച്ചതിനെ ദൂരെ മാറി നിന്നുകൊണ്ട് വിശകലനം ചെയ്യുന്നു എന്ന് മാത്രം. നിറഞ്ഞ ഹൃദയത്തോടുകൂടി എൻ്റെ പ്രണാമം, നമസ്കാരം.